വെൽക്കം ടു വോയിസ് ഓഫ് ശ്രദ്ധ. വോയിസ് ഓഫ് ശ്രദ്ധയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഒരു 5 പോഡ്കാസ്റ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ നമ്മുടെ 6ാമത്തെ പോഡ്കാസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളോട് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. എന്നാ ഇന്നത്തെ തുടങ്ങിയാലോ? അതെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് കുട്ടികൾക്ക് എന്തോ പഠിക്കാനുള്ള ഇപ്പൊ നമ്മള് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികളുടെ പഠിക്കുന്ന കാര്യം, ടീച്ചേഴ്സിന്റെ കാര്യം, പേരൻസിന്റെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് എന്തോ പഠിക്കാനല്ല മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ കഴിവുള്ളതായിട്ട് ഇപ്പൊ തോന്നിയിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു നോർമൽ സിസ്റ്റത്തിൽ ഇരുന്ന് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, ബ്ലാക്ക് ബോർഡ്, ചോക്ക് അങ്ങനെ പോകാതെ അവർക്ക് മറ്റെന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് കിട്ടി. നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിച്ചാലോ? അതെ, നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. അത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം ഒരു കുട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുന്നത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ പലപ്പോഴും സ്കൂളുകൾ എന്താ പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഒറ്റ സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് ഒതുങ്ങി പോകുന്നതായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ടൈമിംഗ് ഒരു ബാരിയർ ആണെന്ന് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ബൗണ്ടിനുള്ളിൽ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര എക്സാംസ് ഇന്റേണൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മാർക്ക് വേണം. ഇത്ര നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ ഒരു ഓട്ട പ്രദക്ഷിണത്തിൽ നമ്മൾക്ക് പല കാര്യങ്ങളും, അതായത് ഇവരുടെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരു ചടങ്ങിന് മാത്രം വേണ്ടി ആയി പോകുന്നുണ്ട് പലപ്പോഴും. ആ എനിക്ക് പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ വഴികളുണ്ട് ഈ ടൈമിന്റെ ആ ഒരു ബാരിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ലേണിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലാണ് നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ടൈം ഭയങ്കര ബൗണ്ടഡ് ആണ്. അതായത് ഒരു കാര്യം ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർത്താലേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ലെവലിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ എന്നാൽ ഇപ്പം ഈ കാലഘട്ടത്തില് പുതിയതായിട്ട് വരുന്ന ചിന്തകളുണ്ട്. ഇപ്പൊ AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് എനിക്ക് ഇത് പറയാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് എഡ്യൂക്കേഷൻ തുടങ്ങിയ സമയത്ത് ആ ഒരു ഇൻഡസ്ട്രീസ് കൂടി വന്നു. അപ്പൊ പുതിയ ഒരു സ്കിൽ ഓഫ് ലേബേഴ്സിനെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്കാണ് ആ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഡിസൈൻഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് അന്നുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലെ തന്നെ വേറൊരു റവല്യൂഷൻ ആണ് നടക്കുന്നത്, AI റവല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഒരുപാട് ജോലികളെ അവസാനിപ്പിക്കുകയും എന്നാൽ ഒരുപാട് ജോലികളെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജസ്റ്റ് ലൈക്ക് ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലെ അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ജോലികൾ അന്ന് നിന്നു പോയിരുന്നു. ഇപ്പം ഒരു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഇറങ്ങി നിലം ഉഴുത് അത് വളമിട്ട് അത് വളർത്തിക്കൊണ്ട് വന്ന് അത് കൊയ്യുക മെതിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രോസസ് ആയിരുന്നു. പണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് അവർ അവിടെയൊക്കെ കൃഷി നടക്കുന്ന സമയത്ത് വീട്ടിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരുമെന്നും നെല്ലൊക്കെ മെതിച്ച് ആ അരി സെപ്പറേറ്റ് ആക്കി അതിന്റെ പ്രോസസ്സുകളെല്ലാം വലിയ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം അതിന് മെഷീൻസ് ഉണ്ട്. അതായത് അത്രയും നീണ്ടു നിന്ന് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ നീണ്ടു നിന്ന പ്രോസസ്സ് ഇപ്പം ഒരു ദിവസം കൊണ്ട് അത് നടക്കും. അതേ സെയിം കാര്യമാണ് ഇപ്പൊ ഇപ്പൊ പുതിയൊരു ഇതിലേക്ക് മാറുന്നു AI എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതാണ്. അതായത് ഇപ്പം ഈ AI വന്നതോടുകൂടി ഇപ്പൊ ടീച്ചേഴ്സിനാണെങ്കിലും ഒരു സംശയം ഉള്ളതെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഇനി ഭാവിയിൽ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ടീച്ചേഴ്സിന്റെ ഒരു പേഴ്സണൽ അറ്റൻഷനും കാര്യങ്ങളും ഒക്കെ ഒരു കുട്ടിക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു കാര്യത്തില് ഈ നമ്മൾ പഠിപ്പിക്കലാണെങ്കിലും ഇപ്പോ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് AI യുടെ ഫീച്ചേഴ്സ്, AI യുടെ കുറച്ച് കാര്യങ്ങള്, ഗുണങ്ങള് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ക്ലാസ്സസ് ലൈവ്ലി ആക്കാം. ഈ നോർമൽ ഈ ബ്ലാക്ക് ബോർഡ്, ചോക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാം. നമുക്കൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ChatGPT ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അതായത് ഞാനിങ്ങനെ ചുമ്മാ എന്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ വൊക്കാബുലറിയിലാണ്. അതായത് ഈ ഓരോ മാത്സിന്റെ ഓരോ ടേംസ് കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് എന്താണെന്ന് റീകോൾ ചെയ്യാനും, ഇപ്പൊ അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും, അത് റീകോൾ ചെയ്യാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ ചുമ്മാ ChatGPT-യോട് കുറച്ച് കുറച്ച് സിമ്പിൾ ടേംസ് ആൻഡ് ഇത് ടെക്നിക്സ് തരാമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക സാധനങ്ങൾ. അപ്പൊ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിൽ ഇവർക്ക് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വായിക്കാൻ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡെഫിനിഷൻസ്, ഇതേപടി ഡെഫിനിഷൻസ് ഇങ്ങനെ ഓർത്തിരിക്കാതെ അതിനെ എന്തെങ്കിലും ഫിഗേഴ്സ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും സ്റ്റോറീസ് ആയിട്ടോ, ഇപ്പൊ ChatGPT-യോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ChatGPT ഇഷ്ടംപോലെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതൊക്കെ അവരുടെ ഒരു മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യം. അപ്പോഴാണ് ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റിലും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. AI പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കും അതിനെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് എനിക്കും ആഗ്രഹം. കാരണം ഇപ്പൊ ജിൽബി പറഞ്ഞ പോലെ തന്നെ എന്റെ സബ്ജക്റ്റും മാത്സ് ആണ്. എല്ലാ കുട്ടികൾക്കും ഭീകരമായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്.
അപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ പഴയ കാലങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന ഒരു സാധനം വളരെ കുറവുള്ള ഒരു വിഭാഗം കുട്ടികൾ, ഒരു വിഭാഗം ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ധാരാളം കാരണങ്ങളുണ്ട്. കാരണം പഴയതുപോലെ ഒരിടത്ത് അടങ്ങിയിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ കുറെ നേരത്തേക്ക് ഒരു കാര്യത്തെ ശ്രദ്ധിക്കാനോ ഉള്ള ഒരു കഴിവ് അവർക്ക് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു AI-യുടെ സഹായത്തോടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കോൺസെപ്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് കുട്ടികളിലേക്ക് എത്തിക്കാൻ AI ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് കാണാനും അവർക്ക് ഭയങ്കര വിഷ്വലി അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ കണ്ട് അത് പെട്ടെന്ന് പഠിക്കുകയും വേണം, അതായത് പെട്ടെന്ന് അത് സംഗ്രഹിക്കുകയും വേണം, അത് പെട്ടെന്ന് അതിന്റെ ഒരു കോൺസെപ്റ്റ് കിട്ടുകയും വേണം, എന്നാൽ അവർക്ക് ഇൻട്രസ്റ്റും വേണം. ഇതെല്ലാം കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് AI നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. നന്നായിട്ട് യൂസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ടീച്ചറിന് അത് വലിയൊരു അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. ടീച്ചിങ് ലേണിംഗ് ഫീൽഡിൽ നല്ല അനുഗ്രഹമുള്ളൊരു കാര്യമാണ് ഈ AI ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഇപ്പൊ ജെഫിൻ പറഞ്ഞ പോലെ അതിൻ്റെതായ കുറവുകളും ഉണ്ട്, എന്നാൽ അതിൻ്റെതായ അനുഗ്രഹങ്ങളും ഉണ്ട്. എനിക്കെന്തോ അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നു, എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. നമുക്കായാലും വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഇപ്പം നമ്മൾ കുത്തിയിരുന്ന ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ AI-യുടെ ഹെൽപ്പോട് കൂടി ചെയ്യുമ്പോഴും ആ വിഷ്വലി കുറെ കോൺസെപ്റ്റ് അവർക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ ഹെൽപ്ഫുൾ ആണ് AI. ഇപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് US-ല് ഒരു സ്കൂളിന്റെ ഇത് കണ്ട, നമ്മുടെ കൺവെൻഷണൽ ക്ലാസ്സേ അല്ല അവിടെ നടക്കുന്നത്. അതായത് അവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റും. അത് AI ആണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും, അപ്പൊ ടീച്ചേഴ്സിന്റെ ജോലി പോകത്തില്ല. ഒരിക്കലും പോകത്തില്ല. നമുക്ക് നോളജ് എന്ന് പറയുന്നത് ഒരു ബുക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു നോളജ് ഗെയിൻ ചെയ്യാൻ ഒരു നല്ലൊരു ബുക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുന്നത് ഒരു റിസോഴ്സ് കിട്ടിയാൽ മതി. പക്ഷെ ഈ ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമോഷൻ. മനുഷ്യർ എന്ന് പറഞ്ഞാൽ, കുട്ടികൾ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണല്ലോ. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട എംപതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിലാണ് ഈ സ്കൂൾ അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് AI-യിലൂടെയാണ്. അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുത്ത് അവർക്ക് പഠിക്കാം. 2 hours എങ്ങാണ്ടേ ഉള്ളൂ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. ബാക്കി മൊത്തം അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനാണ്. അതായത് കുട്ടികളുടെ ഈ മൂവ്മെന്റ്സ്, അവരുടെ എന്താ പറയുന്നത് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ എംപതി, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ആ ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവരൊരിക്കലും മടിച്ചിരിക്കുന്നില്ല സ്കൂളിൽ പോകുന്നതിലോ നിൽക്കുന്നതിലോ നിന്ന്. തന്നെയുമല്ല, അവരുടെ പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ട് അവിടെ എന്താ പറയുന്നത് അപ്പോൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ ഈ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി റോബോട്ടിക്സിന്റെ പ്രൊജക്ടുകൾ ചെയ്യുന്നു. അതായത് നമ്മൾ ഈ ഹയർ ലെവൽ സയന്റിസ്റ്റുകളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ലെവൽ ഓഫ് പ്രൊജക്ടുകൾ കുട്ടികൾ ചെയ്യുന്നു. അത് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. ലൈക്ക് ഒരു മീം നമ്മൾ എപ്പോഴും കാണും, നമ്മൾ നേരത്തെ പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു അണ്ണാനെയും ഒരു ആനയും ഒരു പുലിയെയും എല്ലാം പിടിച്ചിട്ട് മരങ്കേറ്റത്തിന്റെ എക്സാം നടത്തുന്നോട്ടാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. ഇപ്പം എന്റെ കൂടെ തന്നെ പഠിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ മടിയനാണ് അല്ലെങ്കിൽ മണ്ടനാണ് എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവനൊരു ടാലന്റ് ഉണ്ടായിരുന്നു. അവൻ ഇലക്ട്രോണിക്സിൽ ഭയങ്കര മിടുക്കനായിരുന്നു. അതായത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, മ്യൂസിക് സിസ്റ്റംസ് ഉണ്ടല്ലോ, അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക, ആ കാര്യത്തിലൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷെ കൺവെൻഷണൽ ആയിട്ടുള്ള എക്സാംസിലൊന്നും അവന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ ഇലക്ട്രോണിക്സ് എടുത്തു. അത് കഴിഞ്ഞ് അവന്റെ ആ ഒരു ട്രാക്കിൽ അവൻ പോയതുകൊണ്ട് ഇപ്പൊ അവൻ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു കുട്ടിയുടെ കഴിവിനെ അവനെ തഴയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അവന് പറ്റാത്ത കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. കഴിവുള്ള ഒരു കാര്യം, നമ്മളിപ്പം ഗോൾഡിന് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ അത് ഗോൾഡിന്റെ മെഷർമെന്റിൽ അളന്നാലേ നമുക്ക് അത് പറ്റത്തുള്ളൂ. അതിനെ ഒരു ഡയമണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് നിൽക്കത്തുള്ളൂ. അതാണ്, ഏതൊരു സാധനത്തിനും അതിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനത്തെ അതിന് വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ വെച്ച് നമ്മൾ അതിനെ മെഷർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളവരെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അതെപ്പോഴും അവരെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടാൻ വേണ്ടി ഇടയാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ AI വരുന്നതിലൂടെ നമുക്ക് ഈ അപ്രോച്ച് മാറ്റാൻ സാധിക്കും. അതാണ് ഇപ്പോഴത്തെ ഈ ന്യൂജൻ സ്കൂളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം. അതെ, ഈ കൺവെൻഷണൽ പരിപാടികളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. കുട്ടികളെ ഇങ്ങനെ അവർക്ക് എങ്ങനെ ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നമുക്ക് ക്ലാസ് എടുക്കും മനസ്സിലാവും. ജാസ്മിൻ റേച്ചൽ ബേബി പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് അവർക്ക് പാടാണ്. ഈ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇവര് ഇപ്പൊ കടന്നു പോകുന്ന ഒരു ഇതിന്റെ കാലത്തിന്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, ചേര തിന്നുന്ന നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ നടുക്കണ്ടം തിന്നണോന്ന്. ഇപ്പൊ നമ്മൾ AI-യുടെ ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് ആ കാര്യങ്ങൾ നമ്മുടെ ടീച്ചിങ്ങിലും കൂടെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ടീച്ചിങ്ങിൽ മാത്രമല്ല കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം. ഹോംവർക്ക് കൊടുക്കുന്നത് പോയി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരിപ്പോ ChatGPT യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കോപ്പി അടിക്കുക എന്നൊരു പരിപാടിയിൽ നിന്ന് മാറി വേറെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എനിക്കിപ്പോ ഒരു സബ്ജക്റ്റില്
ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെ ഓവർകം ചെയ്യാം? ChatGPTക്ക് എങ്ങനെ അതിന് സഹായിക്കാൻ പറ്റും? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ സഹായിക്കാൻ പറ്റും? അങ്ങനെ നമുക്കൊരു പേഴ്സണൽ കെയറിന് വേണ്ടിയിട്ടോ അറ്റൻഷന് വേണ്ടിയിട്ടോ ChatGPT യൂസ് ചെയ്യുന്നവരുണ്ട്. എല്ലാത്തിനും ഒരു നാണയത്തിന് അതിന്റെ നല്ല വശമുണ്ട്, ഒരു ചീത്ത വശമുണ്ട്. അപ്പോ അതിന്റെ നല്ല വശം എത്രമാത്രം കുട്ടികൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം, ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ട്രൈ ചെയ്യാം, പേരൻസിന് ട്രൈ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ആയിരിക്കുന്ന ഒരു വേൾഡിൽ, നമ്മൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ടീച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അതാണ് നമ്മൾ നോക്കേണ്ടതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പൊ നമുക്ക് ഫുൾ സിസ്റ്റം അങ്ങ് മാറ്റിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഓരോരുത്തർക്കും, ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേരന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് അപ്പം മറ്റൊരു ചേഞ്ച്, ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ഇയറിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ ഇത് സ്റ്റക്ക് ആയി പോയില്ല, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഈ കൺവെൻഷണൽ പരിപാടിയിലെ ഞാൻ നിൽക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അതാണ് ഈ ജോലി പോകുന്നൊക്കെ എല്ലാവരും പേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ കാര്യത്തിനെ യൂസ് ചെയ്യാൻ പഠിക്കുക. അതിന്റെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിന്റെ മോശം വശങ്ങൾ നോക്കാതെ, അതിന് നല്ല വശങ്ങളുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മാത്രം നമ്മുടെ പണികൾ ഈസി ആക്കി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ യൂസ് ചെയ്യുക. അപ്പൊ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ജിൽബി പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞത് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ വ്യത്യസ്തരാണ്. നമ്മൾ ഒരു കോവിഡിന് ശേഷം കാണുന്ന, അതായത് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഒരു നല്ല ഒരു ക്ലാസ് റൂം പരിശീലനമാട്ടെ, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാട്ടെ, കുറച്ചു നേരം അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് എങ്ങനെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കാം എന്നുള്ള കാര്യം, ആ ഒരു പരിശീലനം നഷ്ടപ്പെട്ടൊരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ കുഞ്ഞിലേ തൊട്ടേ ക്ലാസ്സിൽ പഠിച്ച് വരുന്ന 40 മിനിറ്റ് എങ്ങനെ ഇരിക്കാം, 40 മിനിറ്റ് എങ്ങനെ ഇരിക്കാം, ആ ഒരു കാര്യമാണ് മിക്കവാറും ഉള്ളിടത്ത് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കോവിഡിന് ശേഷം സംഭവിച്ചത്, ആ സമയത്ത് ആ കുട്ടിക്കാലത്ത് പരിശീലനം കിട്ടാതെ പോയ ഒരു പറ്റം കുട്ടികളാണ് ഇപ്പോൾ ഈ ഹയർ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 40 മിനിറ്റ് അവർക്ക് അവിടെ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വലിയൊരു ചേഞ്ചാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ക്ലാസ്സിൽ 40 മിനിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നവരോട് മിണ്ടാൻ പേടിയാ, ടീച്ചർ വല്ലതും പറയുമോ, ടീച്ചർ വഴക്ക് പറയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരുടെ മൈൻഡ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പല 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 കാര്യങ്ങളിലേക്ക് ചിന്തകൾ മാറുക, അവർക്ക് അറ്റൻഷൻ സ്പാൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചേഞ്ച് കണ്ടാൽ പെട്ടെന്ന് എല്ലാം കൂടെ അടിച്ചു മാറ്റി എല്ലാം ഒരു ടെക്നിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ എല്ലാം എയുടെ സഹായത്തോടെ നടക്കുക എന്ന് പറയുന്നത് പറ്റില്ല, പോസിബിൾ അല്ല. കാരണം ഇപ്പോൾ ഉള്ളത് 2023 പാസ് ഔട്ടായി 2024 ജോലി കിട്ടിയ BEd ട്രെയിനീസ് മാത്രമല്ല ഒരു സ്കൂളിലുള്ളത്, വർഷങ്ങളായിട്ടേ പഠിപ്പിച്ചു വരുന്നവരാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് പറ്റില്ല പെട്ടെന്ന് ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ നമുക്ക് കിട്ടുന്ന അവൈലബിൾ സോഴ്സുകൾ വെച്ചിട്ട് പതിയെ ആ ചേഞ്ചുകൾ കൊണ്ടുവന്നാൽ അത് ബോത്ത് ടീച്ചേഴ്സിനും കുട്ടികൾക്കും, അതായത് രണ്ടുപേർക്കും പ്രയോജനമായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. കുട്ടികളെ അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ പഠിപ്പിച്ചാലേ അവർക്ക് ഫ്രൂട്ട്ഫുൾ ആവുന്ന ഒരു ഭാവി അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അടിച്ചു പിടിച്ചിരുത്തി പഠിപ്പിച്ചാൽ കുറച്ചു നേരം അവർ ഇങ്ങനെ ഇരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഇൻട്രസ്റ്റും പോകും, അവർ പഠിക്കുകയില്ല. അപ്പൊ നമ്മൾ അവരുടെ വഴിയെ പോകാനാണ് ഇപ്പൊ എളുപ്പം. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഇപ്പം സ്ക്രീൻ ടൈം ആണ് ഇഷ്ടം, AI ആണ് ഇഷ്ടം. ഒരു കോൺസെപ്റ്റ് അവർക്ക് വേണമെങ്കിൽ അവർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ, എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ ഇഷ്ടം. വിത്ത് ദ യൂസ് ഓഫ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അവരിലേക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ നല്ലതാണ്, നമ്മുടെ പണിയും കുറയും, നമ്മുടെ തൊണ്ടയ്ക്ക് അത്രയും റെസ്റ്റ് കിട്ടും, ആ കുട്ടികൾക്കും അത് മനസ്സിലാവും. അപ്പം നല്ലൊരു ക്ലബ്ബ്, ആ രണ്ട് കാര്യങ്ങളും ഏകീകരിച്ചുകൊണ്ട് പോയാൽ അത് നല്ലൊരു, അവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. നമ്മൾ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യം 40 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മടുപ്പ് വരാം. ഇപ്പം മാത്സ് തന്നെ 2 മണിക്കൂറൊക്കെ അടുപ്പിച്ച് പോയാൽ മടുപ്പ് വരും, ഇംഗ്ലീഷ് ആണെങ്കിലും മടുപ്പ് വരും, ഒരാളെ തന്നെ അത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് വരും. അപ്പോൾ കുട്ടികളെ കൂടി എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ അവർക്ക് തോന്നരുത്, അയ്യോ ഞാൻ കഷ്ടപ്പെടുക, ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് അവർക്ക് തോന്നരുത്. അപ്പോൾ നല്ല നല്ല എക്സാമ്പിൾസ് എല്ലാം നമുക്കിപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. അപ്പൊ കിട്ടുന്ന റിസോഴ്സസ് യൂസ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ വഴിയിൽ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും ഏറ്റവും നല്ല ഒരു വഴി ഈ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി മൾട്ടി സെൻസറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഇപ്പൊ നമ്മളൊരു AI ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അതിൽ ഓഡിയോ ഉണ്ട്, വിഷ്വൽ ഉണ്ട്. ഇപ്പൊ ഈവൻ നമ്മൾ PPT പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ചെയ്യുന്ന ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ്. PPT ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം നമ്മൾ അറ്റ് എ ടൈം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ അത് കൂടുതൽ ശ്രദ്ധിക്കും. ഞാൻ എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മളൊരു കാര്യം ചുമ്മാ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ആ ഇമാജിനേഷൻ വർക്ക് ചെയ്യണമെന്നില്ല. അതേസമയം ആ കാര്യം അവരെ കാണിച്ചു കൊടുത്ത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറ്റൻഷൻ നന്നായിട്ട് കൂടും. അവിടെയാണ് നമുക്ക് AI യൂസ് വരുന്നത്, അല്ലെങ്കിൽ ടെക്നോളജിയുടെ യൂസ് വരുന്നത്. അവിടെ നമുക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകാതെ അതിൽ തന്നെ അവർ ഫോക്കസ് ചെയ്തിരിക്കും. കാരണം അതിങ്ങനെ ഒരു ടൈം പീരീഡിനുള്ളിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40 മിനിറ്റ് ഒരു ടീച്ചർ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആ ടീച്ചറിനെ മാത്രമേ കുട്ടികൾ 40 മിനിറ്റ് കാണുന്നുള്ളൂ.
അത് ആ കുട്ടികൾക്ക് ഒരു ബോർ അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ടീച്ചറിന് ഒരു ബാഡ് ഡേ ആണ് ആ ദിവസം എങ്കിൽ ടീച്ചറിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എനർജി ആ ഒരു ഇതിലായിരിക്കും, ഒരു നെഗറ്റീവ് എനർജിയിലായിരിക്കും ടീച്ചർ നിൽക്കുന്നത് തന്നെ. അപ്പൊ അത് കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ AI അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി അത് എടുക്കുന്ന സമയത്ത് ആ ഒരു എനർജി ഇല്ല. അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് ഇത് മാത്രമാണ്. ടീച്ചറിനാണെങ്കിലും ഒന്ന് റീകോൾ അല്ലെ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. അത് നല്ലൊരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും അല്ല. എന്നാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അതായത് നമ്മുടെ കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ AI ഇന്റഗ്രേറ്റഡ് ആക്കുന്നത് ഒരു ക്ലാസ്സിൽ. പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും കൂടി എടുത്ത് അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോ ഇപ്പൊ എനിക്ക് വേറൊരു പഴഞ്ചൊല്ലും കൂടെ ഓർമ്മ വന്ന്, ഈ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാന്നൊരു കാര്യമുണ്ടല്ലോ. അതായത് പിള്ളേർ ഇരിക്കാൻ തയ്യാറാവുന്നില്ല, പിള്ളേർ പഠിക്കുന്നില്ല, പിള്ളേരെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് പിള്ളേരെ ഇങ്ങനെ ബ്ലെയിം ചെയ്തിരിക്കുന്നതിൽ എത്രയോ നല്ലതാ നമ്മുടെ ഒരു ചെറിയ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഓർക്കും ആദ്യമൊക്കെ അതിൽ ചിലപ്പോൾ കുറച്ചും നമ്മൾ എഫേർട്ട് ഇടേണ്ട വരുമായിരിക്കും. പക്ഷെ പിന്നെ അത് സിമ്പിൾ ആവാൻ തുടങ്ങും. കാരണം അവർ തന്നെ ഓരോന്ന് കണ്ടുപിടിച്ച് തുടങ്ങും. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങും. ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റും ഇല്ല, പഠിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് എക്സോസ്റ്റഡ് ആവുന്നതിനെക്കാട്ടി നല്ലതാണ് ആ ക്ലാസ്സിന് മുമ്പ് നമുക്ക് എത്രയും നന്നായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ AI ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പണിയൊന്നുമല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഫോണിനകത്ത് കൊടുക്കുന്ന പ്രോംപ്റ്റ് കറക്റ്റ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ChatGPT കാര്യങ്ങൾ തരും. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് ആ ലെവല് കാര്യങ്ങൾ, കുട്ടിയുടെ ക്ലാസ് ഇതാണ്, സബ്ജക്ട് ഇതാണ്, ഇത്ര ലെവൽ ഓഫ് കാര്യങ്ങളാണ് വേണ്ടത്, അത് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പോലെ ഇരിക്കും ഇങ്ങോട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്ത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് ഇതിനായിരിക്കണം. കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഗെയിൻ ചെയ്യാന്നുള്ളതായിരിക്കും. എന്ത് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ ചത്ത് കിടന്ന് ചെയ്തോളും. അതാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരു ഇഷ്ടമല്ലാത്ത സബ്ജക്ട് പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവർ വല്ലാതെ അതിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റും കൂടെ അവർക്കൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അല്ലാതെ നമുക്ക് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിലും അവിടെ ഒന്നും നടക്കുന്നില്ല, ഒരു ചേഞ്ച് നടക്കുന്നില്ല. ഓക്കെ പോട്ടെ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റും. അതിൽ പരം സന്തോഷം നമുക്കൊന്നുമില്ല. കാരണം ഈ നമ്മൾ സ്കൂളിൽ എന്നും പോകുന്നു, പഠിപ്പിക്കുന്നു, കുട്ടികളുടെ മാർക്ക് വരുന്നു, പേരന്റ്സ് മീറ്റിംഗ് വെക്കുന്നു, പേരന്റ്സിനോട് പിള്ളേരുടെ രണ്ട് കുറ്റം പറയുന്നു, ടീച്ചേഴ്സ് നമ്മളെ രണ്ട് കുറ്റം പറയുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ് പോകുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എല്ലാരും അറിഞ്ഞ്. ഇപ്പം കുട്ടികൾ വീട്ടില് ഫോൺ യൂസ് ചെയ്യുന്നത് പേരന്റ്സ് കൺട്രോൾ ചെയ്യണം. പക്ഷെ എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവർക്ക് വേണ്ടതെന്ന് പേരന്റ്സിനും കൂടെ ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഹെൽപ്പ് ചെയ്യും. അവരുടെയും കൂടെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമ്പോൾ അവർക്ക് എളുപ്പമാണ്, കുട്ടികൾക്ക് എളുപ്പമാണ്. എനിക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റും, ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കടക്കാൻ പറ്റും. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ട പരിശ്രമമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു നല്ല അച്ചീവ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ പറയുന്ന ഈ ബുക്ക്, പേന, ഈ എഴുത്ത്, പഠിത്തം എന്ന് മാറി അവർക്ക് എന്തെങ്കിലും ഇപ്പം ഈ വായിക്കാൻ, ഇപ്പൊ ലാംഗ്വേജ് ഒക്കെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കുറെ ഇങ്ങനെ ഓഡിയോസും കാര്യങ്ങളും ഒക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ വല്ലതും ക്രിയേറ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ അതിന്റെ കൂടെ വായിക്കുക. അങ്ങനെ നമുക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ഫോണിനുണ്ടല്ലോ, ഫോണിന് ക്ഷീണമൊന്നും ഇല്ലല്ലോ, അപ്പൊ അത് കൂടെ ഇരുന്നോളും. അങ്ങനെ എന്താണ് ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ വേറെ വേറെ ആയിരിക്കും. എന്റെ ആവശ്യമായിരിക്കത്തില്ല നിന്റെ ആവശ്യം, നിന്റെ ആവശ്യമായിരിക്കത്തില്ല മറ്റൊരാളുടെ ആവശ്യം. ആ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പരിശീലിക്കണം. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ ടെക്നോളജി വളർന്നിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിട്ടും എന്തായിരിക്കും ഈ ചേഞ്ച് ഒന്ന് പ്രകടമായിട്ട് വരാത്തത്? ഉണ്ടാവുന്ന ഒരു വലിയ ഡൗട്ടാണ്. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അതിനെ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ സിസ്റ്റം പഴയ പോലെ? ഇപ്പൊ ജെഫിൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ സ്വിമ്മിങ് അല്ലെങ്കിൽ നീന്തുന്ന മത്സരത്തിന് എല്ലാവരെയും കൊണ്ടുവിടുന്ന പോലെയാണ്, അല്ലെ മരങ്കേറ്റത്തിന് എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന പോലെയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു. എന്താണ് ആ സിസ്റ്റം ഇപ്പോഴും മാറാത്തത്? അത് എൻ്റെ ഒരു വലിയ ഡൗട്ടാണ്. എന്തുകൊണ്ട് അത് മാറുന്നില്ല? ഒന്നത്. രണ്ടതുപോലെ കുട്ടികൾക്ക് പഴയതുപോലെ അല്ലെങ്കിൽ അവര് ഒരു ടേക്ക് ഇറ്റ് ഈസി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മനോഭാവം ഈടായിട്ട് ചില കുട്ടികളെ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. അതായത് പണ്ട് ഒരു 80% കുട്ടികൾക്കും പഠിച്ച് മുമ്പോട്ട് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 20% അവർക്ക് വയ്യാത്തത് കൊണ്ട് അവർ വിടുന്നതാണ്. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞു. ഒരു 10% ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി അത്രയും 90% കുട്ടികളും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ അവർക്ക് നല്ല ബാക്കപ്പ് പ്ലാൻസ് ഒന്നും ഉള്ളവരല്ല. ബട്ട് സാരമില്ല, പഠിച്ചില്ല, അതിനെന്താ, അങ്ങനെ ഒരു ധൈര്യം അവർക്ക് എവിടുന്നോ കിട്ടുന്നുണ്ട്. ഈ രണ്ട് സംശയങ്ങൾ എന്റെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ മൈൻഡിൽ പല 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 ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ഇതിലോട്ട് ആഡപ്പ് ചെയ്യാവോ? എന്തുകൊണ്ടാണ് സിസ്റ്റം മാറാത്തത്? അതായത് ചെറിയ ചേഞ്ച് പോലും കാണാൻ പറ്റാത്തത്, അതുപോലെ കുട്ടികളുടെ ഈ മനോഭാവത്തിന്റെ കാരണം. അറിയാമോ, പണ്ട് കുട്ടികള്
ഒരു 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 ചുറ്റളവിൽ ഒതുങ്ങപ്പെട്ട് കിടക്കുമായിരുന്നു. അതായത് വീട് വിട്ട സ്കൂള്, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ കോവിഡ് ഒക്കെ ആയ സമയത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കുറച്ചുകൂടെ ആക്സസബിൾ ആയി. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് കുട്ടികൾക്ക് ഫോണുകൾ സ്പോൺസർ ചെയ്യുന്നു, നെറ്റ്വർക്ക് ഭയങ്കര ആക്സസബിൾ ആകുന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ലോകത്തെ കുറിച്ചൊരു പിടി കിട്ടി. പണ്ട് കൊച്ചുങ്ങളെ ചോറ് കഴിപ്പിക്കണമെങ്കിൽ, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ചോറ് കഴിപ്പിക്കണമെങ്കിൽ ചോറെടുത്ത് വെച്ചിട്ട് മോനെ ചോറ് കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്കി പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ മതി, അവര് ചോറ് കഴിച്ചേനെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരോട് പോയിട്ട്, ഇപ്പോഴത്തെ ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചിനോട് പോയിട്ട് മോനെ ചോറ് കഴിച്ചില്ലേ ഉമ്മാക്കി പിടിച്ചോണ്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം ആലോചിക്കും എന്താണ് ഉമ്മാക്കി. എന്നിട്ട് അവര് ചോദിക്കും എന്താണ് ഉമ്മാക്കി, എവിടുന്ന് വരുന്നു ഉമ്മാക്കി, ഉമ്മാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കുറെ ചോദ്യങ്ങൾ വരും. എന്നിട്ട് നമുക്ക് അതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് പോയി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. നമ്മുടെ ഒരു പഴയ പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്റെ ഒരു കസിന്റെ കുഞ്ഞ് ഫോൺ യൂസ് ചെയ്ത് തുടങ്ങി. അതായത് അവന് സ്പെല്ലിംഗ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, എന്നാലും അവൻ കറക്റ്റ് ആയിട്ട് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുമായിരുന്നു. അവന്റെ അപ്പയും അമ്മയും, ഗൾഫിലുള്ള അവന്റെ അപ്പയും അമ്മയും കറക്റ്റ് ആയിട്ട് അവൻ ഫോൺ ചെയ്യുമായിരുന്നു. അവന്റെ അമ്മച്ചിക്ക് അറിയത്തില്ല അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ അമ്മച്ചിക്ക് അറിയത്തില്ല, പക്ഷെ ആ കുഞ്ഞത് ചെയ്യുമായിരുന്നു. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ്. പണ്ടൊരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പം ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം ഒക്കെ വരുമ്പോഴായിരുന്നു ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു വയസ്സുകാർ തമ്മിൽ ഓരോ ഇയർ വരുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വരുന്നത്. നമുക്കത് മനസ്സിലാവും. നമ്മളൊക്കെ ലേറ്റ് 90s ഉള്ളവരാ, 97 98 ഉള്ളവരാ. നമ്മളൊരു 2000 കഴിഞ്ഞ്, നമ്മൾ എല്ലാവരും കളിയാക്കി 2K പിള്ളേർ എന്ന് പറയുമെങ്കിലും 2000 കഴിഞ്ഞിട്ടുള്ള പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റേ ഭയങ്കര ഡിഫറെന്റാ. ആ ഒരു മിലേനിയൽ ബേബീസ് കഴിഞ്ഞുള്ളവർ ചിന്തിക്കുന്ന ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ കുറച്ചുകൂടെ പേടിച്ച് ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് പേടിയില്ല ഒരു കാര്യത്തോട്, അല്ല എല്ലാ കാര്യവും ചെയ്യാൻ ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ള മൈൻഡാ. സെയിം ആണ് സ്കൂളുകളിൽ ഇപ്പൊ സംഭവിക്കുന്നത്. പണ്ട് പ്രിൻസിപ്പളിന്റെ അടിക്കെ കൊണ്ടുപോകും, അല്ലെ HM-ന്റെ അടിക്കെ കൊണ്ടുപോകുന്ന പറയുമ്പോഴത്തേക്ക് ലോകം അവസാനിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോകം അവസാനിച്ചു, ഓ എന്ത് ചെയ്യും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ, വിളി കൊണ്ടുപോകും, ആ മൈൻഡ്. കാരണം അതിൽ കൂടി വന്ന് എന്നെ പുറത്താക്കും, അല്ലെ 2 അടി തരും, ഇത്രയല്ലേ ഉള്ളൂ എന്നാണ് പിള്ളേർ ചോദിക്കുന്നത്. പണ്ടൊക്കെ 2 അടി കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് പേടിച്ച് ഒരു പരുവായിരുന്നു, അല്ലെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പറയുമ്പോഴത്തേക്ക് പേടിച്ചൊരു പരുവായിരുന്നു. ഇപ്പൊ അത് വിഷയമേ അല്ല. അതാണ്, ഇതൊന്നും ഒരു വിഷയമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം. അപ്പം അവരെ പേടിപ്പിച്ച് എന്തെങ്കിലും നേടാം എന്നത്, അല്ലെങ്കിൽ അത് വെറും ഒരു ആ തോട്ട് പ്രോസസ്സ് ഇപ്പം നടക്കില്ല. അത് വിലപ്പോകില്ല അവരുടെ അടുത്ത്. പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നത് കാണിച്ച്, ഇപ്പൊ ബാക്കിയും ഇതൊന്നും ഇല്ലാത്ത പ്രിൻസിപ്പളിനെയും പേടിയില്ല, ടീച്ചേഴ്സിനെയും പേടിയില്ല, നമുക്കാണ് ഇപ്പൊ എല്ലാത്തിനെയും പേടി. അപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പേടിച്ചു പഠിച്ചു, ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പേടിപ്പിച്ച പഠിക്കും. ഹോംവർക്ക് ചെയ്തില്ലേ, വഴക്ക് പറയാൻ പറ്റുമോ, ഇല്ല. നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ എവിടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തൊരു രീതിയിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ ഒന്നും പറയാൻ പറ്റില്ല. അവരിപ്പോ പറഞ്ഞാൽ തന്നെ അവർക്ക് പേടിയില്ല, മൈൻഡ് ഇല്ല. അപ്പൊ അപ്പൊ ആ കാര്യം ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും ഇനി വില പോകില്ല എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ സ്റ്റക്കായി പോകാതെ എന്താണോ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരീക്ഷിക്കുക. എല്ലാം നമ്മുടെ ഒരു പരീക്ഷണമാണല്ലോ. ഇപ്പൊ അതില് നമ്മള് ഫെയിൽ ആയി പോയാൽ ഓക്കെ ഫൈൻ, നമ്മൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടാണല്ലോ. ഒന്നും ഇല്ലാത്തതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ചിലപ്പോ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയാലോ. ഇപ്പം ജാസ്മിൻ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്നോ ഒന്നുമില്ല. ഇവർക്ക് ഇപ്പൊ കുറച്ച് ലോകം അറിയാം. ആ ലോകം അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് ഇത്രയേ ഉള്ളൂ എന്നൊരു കാര്യം വരും. നമുക്ക് ഒന്നും അവരുടെ അടുത്ത് പറഞ്ഞു നിന്ന് ജയിക്കാം എന്നുള്ളൊരു സാധനം ഇല്ല. അവരുമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് പഠിപ്പിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ, നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ഇപ്പം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കൾച്ചറൽ ലാഗ് എന്നൊക്കെ പറയില്ലേ, വരുന്ന ഒരു കാര്യത്തിനോട്, പുതിയ ഒരു കാര്യത്തിനോട് നമ്മൾ കാണിക്കുന്ന ഒരു വിമുഖത, അതായത് അത് നമുക്ക് ഇപ്പൊ വേണ്ട, ഈ പഴയ രീതികളാണ് നല്ലത്, ഈ രീതികളിലൂടെ തന്നെ പോകാം, ഈ പുതിയ മാറ്റങ്ങളെ അംഗീകരിക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. അത് ശരിക്കും കുറച്ച് തെറ്റാണ്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കുക, അതിനുശേഷം അത് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഒരു കോയിന്റെ ഒരു 2 സൈഡ്സ് ഉണ്ട്. അതിന്റെ നല്ല പോസിറ്റീവ് വശം കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നല്ലതായിട്ട് വരും.
അതല്ലേ ഇപ്പം അങ്ങനെ ഒരു ഇത് കൊണ്ട് എന്താ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് അതിന്റെ ഒരു പോസിറ്റീവ് കണ്ടുപിടിച്ച് അത് അപ്ലൈ ചെയ്യുന്നത്. പല ടീച്ചേഴ്സിനും ഇപ്പൊ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഇല്ല, എനിക്ക് ബുക്കുണ്ട്, എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എനിക്ക് ചോക്കുണ്ട്, എനിക്ക് ബോർഡുണ്ട്, ഞാൻ ഇത് എത്ര നാൾ ഇങ്ങനെ പഠിപ്പിച്ചു, ഞാൻ ഇനി ഇങ്ങനെ ഈ ഒരു വഴിയല്ലാതെ ഞാൻ വേറൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന അവർ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി പോകും. ആ കുട്ടികൾ മാറി. നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മള് പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളെ അറിയുക എന്നൊരു കാര്യം. ലേണർ എന്താണ്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ലേണർ എന്താണ്, ആളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് അതിനനുസരിച്ചേ പഠിപ്പിക്കാൻ പറ്റൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 40-30 കുട്ടികളില് ആ കുട്ടികളെ നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒരു മെയിൻ കാര്യം. കുട്ടികളെ അറിയാം, ഈ കുട്ടികളുടെയൊക്കെ ഒരവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക, അവരെ ബ്ലെയിം ചെയ്യാതെ മുന്നോട്ട് പോകുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്താണോ അത് അപ്ലൈ ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടണോന്നല്ല പറയുന്നത്, നമ്മുടെ പണികളും ഈസി ആക്കി തരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യൂ എന്നുള്ളത്. AI ഉപയോഗിക്കാന്ന് പറയുന്നത് നമുക്കൊരു അധിക പണിയൊന്നുമല്ല, നമ്മുടെ പണികളെ കുറച്ചും കൂടെ ലഘൂകരിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. അപ്പൊ അതിന്റെ പോസിറ്റീവ് വശം മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മള് AI യൂസ് ചെയ്ത് ഇപ്പൊ സപ്പോസ് ഒരു വീഡിയോ നമ്മൾ ഈ ടേമിൽ ഉണ്ടാക്കി, അപ്പൊ അത് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലും അത് തന്നെ യൂസ് ചെയ്തൂടെ? അടുത്ത വർഷവും എന്തായാലും ഈ കോൺസെപ്റ്റ് മാറുന്നില്ല. ചിലപ്പോൾ സ്റ്റോറി മാറും, പേജ് നമ്പർ മാറും, കാര്യങ്ങളൊക്കെ മാറിയാലും കോൺസെപ്റ്റ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമുക്ക് അത് തന്നെ പിന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ ട്യൂട്ടർ നമുക്ക് ഏറ്റവും പ്രയോജനം തരുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ചേഞ്ചസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളിൽ ഒരു മാറ്റവും കാണാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ വഴക്ക് പറയുന്നതിനെക്കാട്ടി ശരിക്കും നമ്മുടെ സിസ്റ്റം മാറേണ്ട സമയം അതിക്രമിച്ചു. അത് എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അതാ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പറയാനുണ്ടെന്ന്. അതുപോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ ഇത് അത്ര ഒരു റെലവന്റ് പോയിന്റ് ആണോ എന്ന്, ഈ ഫിനാൻഷ്യൽ സെറ്റപ്പ്. ഇപ്പൊ നമ്മുടെ ഒരു കഴിഞ്ഞ ജനറേഷൻ വന്ന ഫിനാൻഷ്യൽ സെറ്റപ്പ് അല്ല ഇപ്പോ അത്യാവശ്യം എല്ലാവരും കുറെയൊക്കെ അത്യാവശ്യം സ്റ്റേബിൾ, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്നല്ല, സ്റ്റേബിൾ ആണ്. അതുപോലെ കുട്ടികൾ എന്ത് പറഞ്ഞാലും അടുത്ത സെക്കൻഡിൽ അത് അവരുടെ കയ്യിൽ കിട്ടും. അപ്പൊ അവർക്ക് തോന്നുന്നത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എനിക്ക് പപ്പ അമ്മയുണ്ട്, അവർ ചെയ്തു തരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രീം കാണാൻ കുട്ടികൾ എവിടേക്കോ മറന്നു പോയതുപോലെ തോന്നാറുണ്ട് ചിലപ്പോൾ എനിക്ക്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം നേടണം, അല്ലെങ്കിൽ എനിക്ക് ഇതിലേക്ക് എത്തിച്ചേരണം, അങ്ങനെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അത് കുട്ടികളുടെ മനസ്സിൽ അതിന്റെ ഒരു സ്വപ്നം കാണാനുള്ളൊരു കഴിവ് പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാൻ കുറച്ചൊക്കെ ഏതൊക്കെയോ സോഷ്യൽ മീഡിയയുടെ കുറച്ചൊക്കെ എങ്കിലും ഒരു ഇൻഫ്ലുവൻസ് അവരിലേക്ക് കയറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് വന്ന ഒരു ഡൗട്ടാണിത്, ഈ 2 കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ, അതായത് ടീച്ചേഴ്സ് മാറാത്തത്. അവർക്കൊരു ലെവലുണ്ട്. അതായത് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല, അവർ നല്ല മാർക്ക് മേടിച്ചു, അവർ മുമ്പോട്ട് പോയിട്ടുണ്ട്. സോ ഞാനിത് തന്നെ തുടരും. ഞാൻ എത്ര കുട്ടികളെ കണ്ടതാണ്, എത്ര ബാച്ചിലെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്, എൻ്റെ അടുത്താണോ ഇപ്പൊ പുതിയ അടവ്? ആ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് അതൊരിക്കലും ഇനി അങ്ങോട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അത് നന്നാവില്ല. അപ്പം ഇനി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഭരിക്കാൻ പോകുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്, ഒരിക്കലും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഓൾറെഡി ആ ഒരു സിസ്റ്റത്തിൽ എല്ലാവരും ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പരിധി വരെ ഇങ്ങനെ തന്നെ പഴയ രീതികൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാം. കാരണം നമ്മുടെ സിലബസോ അല്ലെങ്കിൽ നമ്മുടെ ഹയറാർക്കി അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് ഈ ടൈമിനുള്ളിൽ ചെയ്തു വെക്കുക. അതായത് ഡോക്യുമെന്റുകൾ ചെയ്തു എന്ന് പറയപ്പെടുന്നതിലേക്കാണ് ഒതുങ്ങിപ്പോകുന്നത്. ഇതിന്റെ ഒരു വ്യത്യാസം എന്താണെന്നറിയാമോ? നല്ല കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്, പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാനിപ്പുലേറ്റഡ് ആയി പോവുക. കാരണം ഈ ഡോക്യുമെന്റ് വേണം, ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ റിയൽ ആയിട്ട് ഇന്റൻഷൻ അവിടെ നടക്കുന്നില്ല. കുട്ടികൾ ചെയ്യുന്നത് കുട്ടികളുടെ യഥാർത്ഥ ഒരു ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു പരിധി വരെ അത് മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് എല്ലാവരും പുറത്തു വിടുന്നത്. കാരണം എല്ലാവർക്കും ആ ഫ്ലെക്സിലുള്ള ഫെയിം ആണ് വേണ്ടത്, അല്ലെങ്കിൽ 4 പേര് അറിയണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്നതിന്റെ അതിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ, പണ്ട് ആൾക്കാർ ഈ പറഞ്ഞുകൊണ്ട് നാണം കെടുത്തിയായിരുന്നു വിടുന്നത്. ഒരു ഈ ഓഫീസ് ജോബ് അല്ലെ, ലെറ്റ്സ് സേ വൈറ്റ് കോളറും ബ്ലൂ കോളറും. വൈറ്റ് കോളർ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റാറ്റസ് സിമ്പൽ ആയിട്ട് മാറിയത്. പക്ഷെ ഇന്ന് ഒരുപാട് പേര് അതിൽ നിന്ന് മാറുന്നുണ്ട്, ഈവൻ കുട്ടികളാണെങ്കിൽ പോലും.
അതിൽ നിന്ന് മാറുന്നുണ്ട്. കാരണം പൈസ എന്ന് പറയുന്ന സാധനം പണ്ട് ആൾക്കാർ ചിന്താന്ന് പറഞ്ഞാൽ എത്രയും വലിയ പോസ്റ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു അതിനനുസരിച്ചാ പൈസ ഉണ്ടാക്കുന്നതെന്നായിരുന്നു ആൾക്കാരുടെ ഒരു ചിന്ത. പക്ഷെ ഇന്ന് അതല്ല സിറ്റുവേഷൻ. അത് അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ ഒരു കാർ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം. ഒരു കാർ ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛവാ, അവൻ കാർ ക്ലീൻ ചെയ്യുന്നു. എന്നാൽ ആ സെയിം കാശിന് ലക്ഷങ്ങള് എന്ന് വെച്ചാൽ ഡോളേഴ്സിൽ തന്നെ മില്യൺസ് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പക്ഷെ കഴുകുന്നത് സാധാരണ കാർ അല്ല അവർ കഴുകുന്നത്. അവർ കഴുകുന്ന ലക്ഷറി കളക്ടേഴ്സ് ഐറ്റംസ് ആയിട്ടുള്ള കാറുകളുണ്ട്. ഒരു കമ്പനി ഇറക്കുന്ന ലിമിറ്റഡ് എഡീഷൻ വണ്ടികളുണ്ട്. അങ്ങനത്തെ വണ്ടികൾ മാത്രം ക്ലിയർ. അത് ചിലപ്പോൾ ആ വണ്ടി ഒന്ന് റോഡ് പോലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ഗ്യാരേജിൽ ഒരു പ്രൈസ്ഡ് പൊസിഷൻ പോലെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. അത് കഴുകുന്നതിൽ നിന്ന് മില്യൺസ് ഉണ്ടാക്കുന്നവരുണ്ട്. മനസ്സിലായോ? നമ്മുടെ ഇവിടെ നാട്ടില് ഒരു ഹയർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹയർ ഇതെന്ന് പറയുന്നത്, ഡ്രീം എന്ന് പറയുന്നത് ഒന്നി ഒരു MBBS, ഒരു ഡോക്ടർ എന്നുള്ള ജോബ്, അല്ലെങ്കിൽ ഒരു IAS എന്നുള്ള ജോബ്. ഇവരൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു 10 ഇരട്ടി വാങ്ങിക്കുന്ന ഈ കാർ കഴുകി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഇന്ന് കുട്ടികൾക്ക് അറിയാം. ഇന്നത്തെ കുട്ടികൾക്ക് അതറിയാം. പക്ഷെ ടീച്ചേഴ്സും എഡ്യൂക്കേഷൻ സിസ്റ്റവും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടില്ല. അഥവാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് പോലും ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പോർഷൻ തീർത്താൽ മതി. അത് എത്ര എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. അത് തീർത്ത് നമ്മളൊന്ന് കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. കാരണം നമ്മളൊരു പോർഷൻ തീർക്കാതിരുന്നു കഴിഞ്ഞാൽ ചോദ്യം വരുന്ന ആ സിസ്റ്റത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മളത് തീർത്തു കഴിഞ്ഞാൽ അവർക്ക് പറയാം പോർഷൻ തീർത്തു, പഠിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ആ കുട്ടിയുടെ കാര്യം. ഞാൻ അത് ഭയങ്കര കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഒരു കുട്ടിയെ ബ്ലെയിം ചെയ്യാനാണ് എളുപ്പം. അവനത് പറ്റുന്നില്ല പഠിക്കാൻ. പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപോലെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലേ? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ പോഡ്കാസ്റ്റിൽ. ഇനി ഇതിനെ പറ്റി നമുക്ക് ഒരുപാട് മറ്റൊരു പോഡ്കാസ്റ്റിൽ മറ്റൊരു വിഷയമായി കാണുന്നവരേക്കും ബൈ ബൈ, സി യു. താങ്ക് യു. Bye.